ഇത്തവണ മലയാളത്തിലെ ഒരു സയൻസ് ഫിക്ഷൻ പുസ്തകം പരിചയപ്പെട്ടാലോ? ജസ്റ്റ് ഒരു സയൻസ് ഫിക്ഷൻ പുസ്തകമല്ല, ഒരു സ്പേസ് ഫിക്ഷൻ പുസ്തകം. മായക്കിരൺ എഴുതിയ പ്ലാനറ്റ് 9. വായനക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത കഥാപരിസരങ്ങളിലൂടെയും പശ്ചാത്തലങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ഇത് വായിച്ചിട്ടുള്ള വായനക്കാർക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പ്ലാനറ്റ് 9. അതിനുള്ള പ്രധാന കാരണവും ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അത്ര പരിചിതമല്ലാത്ത കഥാപരിസരങ്ങളിലൂടെ വളരെ ത്രില്ലടിപ്പിക്കുന്ന അനേകം മൊമെന്റ്സ് സമ്മാനിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് പ്ലാനറ്റ് 9. പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ വാനനിരീക്ഷണ കേന്ദ്രത്തിലെ ലീഡ് സയന്റിസ്റ്റ് ആയിട്ടുള്ള അർജുൻ ജിതേന്ദ്രയാണ്. ഭൂമിയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കോസ്മിക് ഓബ്ജക്ട്. ആ ഒബ്ജക്ട് ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെ ചെറുത്ത് നിൽക്കാൻ തക്കവണ്ണം ഭൂമിയിലെ ശാസ്ത്രലോകം ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഭൂമിയിലെ ടെക്നോളജിക്ക് അതീതമായ മറ്റേതോ ടെക്നോളജിയാണ് ഈ കോസ്മിക് ഒബ്ജക്റ്റിന്റെ വരവിന് കാരണം എന്ന് ശാസ്ത്രലോകം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഭൂമിയിലുള്ള ടെക്നോളജിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേഗതയിലാണ് ഈ ഒബ്ജക്റ്റ് വരുന്നത്. ആസ്ട്രോ ഹോളോകാസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കോസ്മിക് ഒബ്ജക്റ്റ് ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങളിലെത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കുന്നില്ല. ഇനി ഇത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കണ്ടെത്താൻ അവർ പരാജയപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കോസ്മിക് ഒബ്ജക്റ്റ് ഭൂമിയിൽ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ അവർ ആശങ്കാകുലരാണ്. ആ സാഹചര്യത്തിൽ ഇതൊരു അന്യഗ്രഹ നാഗരികത ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു കോസ്മിക് ഒബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു ആശയം രൂപപ്പെട്ടു വരുന്നു. അത് കാര്യങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു അന്യഗ്രഹ ലോകം അയക്കുന്ന ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കോസ്മിക് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കും എന്ന് ശാസ്ത്രലോകത്തിന് ഉറപ്പാണ്. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകത്തെ കൂടുതൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് റിയാലിറ്റിയും ഫാന്റസിയും കൃത്യമായി ചേരുംപടി ചേർത്തുണ്ടാക്കുമ്പോഴാണ് ഒരു നല്ല സയൻസ് ഫിക്ഷൻ പുസ്തകം ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയിട്ട് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. ഹോംവർക്ക് കൃത്യമായി ചെയ്താൽ മാത്രം നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ജോണറാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് എഴുത്തുകാരി ആ ഹോംവർക്ക് കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് വായനക്കാർക്ക് വ്യക്തമായി മനസ്സിലാകും. കാരണം ഇസ്രോ, നാസ, സ്പേസ് എക്സ് തുടങ്ങിയ നമുക്ക് പരിചിതമായ, അറ്റ്ലീസ്റ്റ് വാർത്തകളിലൂടെയെങ്കിലും കണ്ട് പരിചിതമായിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ആണ് പുസ്തകത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സയന്റിഫിക് ടേംസ്, എക്സ്പ്ലനേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തികച്ചും ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്താൻ എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ത്രില്ലിംഗ് എലമെന്റ് നഷ്ടപ്പെട്ടു പോകാതെ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോകാനും എഴുത്തുകാരിക്ക് സാധിക്കുന്നു. ഇനി റിയാലിറ്റിയുടെ എലമെന്റ് കുറച്ചുകൂടെ നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫാന്റസിയിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എങ്കിൽ തന്നെയും അതിൽ റിയാലിറ്റിയുടെ എലമെന്റ് വളരെ ശക്തമാണ്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഈ അന്യഗ്രഹ നാഗരികത, അതുപോലെ ഇങ്ങനെ ഒരു കോസ്മിക് ഒബ്ജക്റ്റിന്റെ സാന്നിധ്യം, ഒരു കോസ്മോ ബയോ വാർ, അതിനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായനയിലുടനീളം അനേകം ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ശരിക്കും ഒരു ഏലിയൻ സൊസൈറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി ശരിക്കും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ നേരിടുക, എങ്ങനെ ആ വിപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. അത് മറ്റു വായനക്കാരെ സംബന്ധിച്ചും അത് അങ്ങനെ വന്നിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ശരിക്കും ഇങ്ങനെ ഒരു ടെറർ എലമെന്റ്, ഒരു ഹൊറിഫയിങ് എലമെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ ഉടനെ ആദ്യം ഞാൻ ചെയ്തത് എഴുത്തുകാരിയോട് പോയിട്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും, എന്താണ് തുടർന്ന് സംഭവിക്കുക എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ ആദ്യം ചെയ്ത സംഭവം. അപ്പോൾ അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വായിക്കുക. ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ത്രില്ലർ കാറ്റഗറിയിൽ പെട്ട പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമാണ്. ഞാൻ മലയാളത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ അധികം കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകമാണ്, മലയാളത്തിൽ വായിക്കുന്ന പുസ്തകമാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്